ഹായ് ചങ്ങായിമാരെ, ഞാൻ ബൈജു ആണ്. അപ്പോൾ കണ്ടോ, ഞാൻ ഇങ്ങനെ അലൈൻമെൻറ്റ് ചെയ്യുന്ന ടയർ പണിക്കാരനാണ്, അലൈൻമെൻറ്റ് പണിക്കാരനാണ്. ഇപ്പോൾ അബുദാബിയിലുള്ള നിലവിലിപ്പോൾ അബുദാബിയിലുള്ള പിന്നെതാ 56 ഡിഗ്രി ഹ്യൂമിഡിറ്റിയാണ്. ആകെ വെയിൽ ചൂടുകൊണ്ട് വേർത്ത് കുളിച്ച് ആകെ ഇരപ്പായി നിൽക്കുന്ന സമയമാണ്. ഇത് കണ്ടോ, നമ്മൾ ചെറിയൊരു പയ്യൻ, അവൻ ആകെ ചത്തുകയാണ് ചൂടുകൊണ്ട്. പിന്നെ നമ്മളിങ്ങനെ അലൈൻമെൻറ്റ് ചെയ്യാൻ കൊണ്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലൈൻമെൻറ്റ് ബ്രാക്കറ്റൊക്കെ സെൻസറൊക്കെ ഫിറ്റ് ചെയ്ത് റണ്ണൗട്ട് ചെയ്ത് സ്റ്റിയറിംഗ് റണ്ണൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് റണ്ണൗട്ട് ചെയ്തു. നമ്മളിനി സ്റ്റിയറിംഗ് റണ്ണൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെയ്യാതാ. സ്റ്റിയറിങ്ങിൻ്റെ പുറത്തൊക്കെ നല്ല 56 ഡിഗ്രി ചൂടാട്ടോ, നല്ല ചൂടാണ് പുറത്ത്. 56 ഡിഗ്രി ചൂടും ഹ്യൂമിഡിറ്റി 56 ഡിഗ്രി 45 ഡിഗ്രി ചൂടുമാണ്. ഈ വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ സ്റ്റിയറിംഗ് റണ്ണൗട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. കാരണം എന്താ പറയുക, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് റണ്ണൗട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റിയറിംഗ് ഒന്ന് ലെവൽ ചെയ്ത് ഞാനത് സ്റ്റിയറിംഗ് ലോക്ക് എന്ന് പറഞ്ഞ സ്റ്റിയറിംഗ് ലോക്ക് എടുത്തു. സ്റ്റിയറിംഗ് ലോക്ക് എടുത്തിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യാൻ പോവാണ്. ലോക്ക് ചെയ്തിട്ട് വന്ന് കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം താഴെ വന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ താഴെ വരും. ഇനി താഴെ വന്ന് അലൈൻമെൻറ്റ് ചെയ്യണം. എന്താണ് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ടോയിന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി താഴെ വന്ന് അലൈൻമെൻറ്റ് ചെയ്യണം. ഇനി 56 ഡിഗ്രിയിൽ വണ്ടിൻ്റെ താഴെ പോകണം. നമ്മൾ ശിവേട്ടുണ്ട്, നമ്മളെ പാലക്കാടിലെ ആൾ ന്യൂട്രായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മൊബൈലോട് വെച്ചിട്ട് ഇനി താഴെ അലൈൻമെൻറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും 56 ഡിഗ്രിയിലൊക്കെ ഇവിടെ നാട്ടിലൊക്കെ എത്ര ചൂടത്തെ ഈ വണ്ടീൻ്റെ ചൂടും 56 ഡിഗ്രി ഹ്യൂമിഡിറ്റിയൊക്കെ ഉള്ളതാകുമ്പോൾ എങ്ങനെ നമ്മൾ അലൈൻമെൻറ്റൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഭയങ്കര റിസ്ക് കേട്ടോ മക്കളെ, ഇവിടെ വന്ന് അലൈൻമെൻറ്റൊക്കെ ചെയ്യണതേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ്. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ടോ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇങ്ങനെ റൈറ്റ് സൈഡിൽ അഴിച്ച് ടോ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മളൊരു പൈപ്പിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ, അഴിക്കാൻ. അത് ഭയങ്കര ജാമായി. അപ്പോൾ പൈപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കൈകൊണ്ട് തട്ടിയിട്ട് കിട്ടുന്നില്ല. കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ്. 2006 മോഡൽ വണ്ടിയാണ്, അമേരിക്കൻ വണ്ടിയാണ്. ഇവിടെ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള ഈ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള വണ്ടി, അമേരിക്കയുടെ വണ്ടി. അത് അതിൻ്റെ സസ്പെൻഷൻ അപ്പറാമിൽ മുകളിലൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സ് അലൈൻമെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. ടോയിൻ അടിച്ച് കഴിഞ്ഞ് ഞാൻ പ്രിൻ്റ് അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ശരിയായിട്ട് അവിടെ മൊബൈൽ നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ അടിഭാഗം നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. അങ്ങനെ നല്ല ചൂടാണ്, 56 ഡിഗ്രി ചൂട്, 56 ഡിഗ്രി ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ അങ്ങനെ അലൈൻമെൻറ്റ് കഴിഞ്ഞു. ഇനി വണ്ടി താഴ്ത്തും. വണ്ടി താഴ്ത്തി കഴിഞ്ഞാൽ എന്നെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളൊന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം കേട്ടോ. ടയർ പണിക്കാരനാണ് ഞാൻ. എൻ്റെ പണിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇരുന്ന് അലൈൻമെൻറ്റ് കഴിഞ്ഞ് ട്രയൽ പോകാൻ വേണ്ടിയാണ്. ട്രയൽ പോകുന്ന വീഡിയോ റോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല. അബുദാബിയിലായതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് വീഡിയോ അങ്ങനെ എടുത്തില്ല. വണ്ടി പുറകോട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ. ഹായ് സുഹൃത്തുക്കളെ, പിന്നെ കാണുന്ന എൻ്റെ ഈ സുഹൃത്തുക്കളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബേഴ്സും ഇല്ല നമുക്ക്. നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അലൈൻമെൻറ്റ് പണിക്കാരൻ കേൾട്ടൺ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഓക്കെ, എല്ലാവർക്കും നന്ദി. ഒന്ന് സഹായിക്കണേ.